ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണ സത്സംഗം 5-ാം ദിവസം. ശ്രീരാമാദികൾ വിശ്വാമിത്ര മഹർഷിയോടുകൂടെ താടകാവനത്തിൽ എത്തിയിരിക്കുകയാണ്. വൃത്രാസുരനെ വധിച്ചത് മൂലം ഇന്ദ്രന് വന്നു ചേർന്ന ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും മോചനം ലഭിച്ചത് ഇവിടെ വെച്ചായിരുന്നു. കശ്യപ പ്രജാപതിയുടെ മകനായിരുന്നു വൃത്രൻ. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മഹത്യാ പാപം ഉണ്ടായിട്ടുള്ളത്. വളരെ പണ്ട് സുരക്ഷകൻ എന്നൊരു യക്ഷരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായ സുകേതുവിന് മക്കളില്ലായിരുന്നു. അവൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു. 1000 ആനയുടെ ബലമുള്ള ഒരു പുത്രൻ ഉണ്ടാവണമെന്നായിരുന്നു സുകേതുവിൻ്റെ ആഗ്രഹം. പക്ഷേ വരദാനവേളയിൽ മകൻ എന്നതിന് പകരം മകൾ എന്ന് പറഞ്ഞുപോയി. അങ്ങനെ 1000 ആനയുടെ ബലമുള്ള ഒരു മകൾ ജനിച്ചു. അവളാണ് താടക. യൗവനയുക്തയായ അവളെ ജർജര രാജാവിൻ്റെ മകൻ സുന്ദൻ വിവാഹം ചെയ്തു. അവർക്ക് മാരീചൻ, സുബാഹു എന്നീ 2 പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. അവരും അമ്മയെപ്പോലെ അതീവ ശക്തരായിരുന്നു. ഒരിക്കൽ സുന്ദൻ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തെ ആക്രമിക്കുവാൻ ഇടയായി. മഹർഷിയുടെ കോപാഗ്നിയിൽ ചാമ്പലായി പോവുകയും ചെയ്തു. ഇതറിഞ്ഞ് താടക മക്കളെയും കൂട്ടി പകരം ചോദിക്കുവാൻ ചെല്ലുകയാണ്. അവരെയും മഹർഷി ശപിച്ച് രാക്ഷസന്മാരാക്കി കളഞ്ഞു. തൽക്ഷണം ഘോരരൂപികളായി തീർന്ന അവർ രാക്ഷസവംശത്തിൻ്റെ പിതാവായ സുമാലിയോടൊന്നിച്ച് പാതാളത്തിലും പിന്നീട് രാവണനോടൊന്നിച്ച് ലങ്കയിലും താമസിച്ചു. അതിനുശേഷം രാവണൻ്റെ സഹായത്തോടുകൂടി താടക കരുഷം എന്ന കൊടുങ്കാട്ടിൽ വാസമുറപ്പിച്ചു. ഇന്ദ്രന് ശുചിത്വം വന്ന സ്ഥലമാണ് കരുഷം. അതായത് ഇന്ദ്രൻ്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ ഇടം എന്ന അർത്ഥമാണ് കരുഷം എന്ന വാക്കിനുള്ളത്. അവിടെ ദേവന്മാരോ വനദേവതമാരോ മനുഷ്യരോ ആരും തന്നെ പ്രവേശിക്കാൻ ഭയപ്പെട്ടിരുന്നു. സൂര്യനോ മേഘങ്ങളോ ആ വഴിക്ക് സഞ്ചരിക്കുവാൻ ഭയപ്പെട്ട കാലമായിരുന്നു അത്. ഇവിടേക്കാണ് ശ്രീരാമചന്ദ്രന്മാരെ ലക്ഷ്യപൂരണത്തിനായി വിശ്വാമിത്രൻ കൊണ്ടുവരുന്നത്. താടക ഒരു സ്ത്രീ ആയതിനാൽ അവളെ വധിക്കുന്ന കാര്യത്തിൽ, അവൾക്കെതിരെ ആയുധമെടുക്കുന്ന കാര്യത്തിൽ രാമൻ കുറച്ച് മടി കാണിക്കുകയും വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് ഒരൊറ്റ അമ്പുകൊണ്ട് അവളെ വധിച്ചു കളയുകയും ചെയ്യുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് യാത്രയായി അവർ കാമാശ്രമത്തിൽ എത്തിച്ചേരുകയാണ്. പുരാണപ്രസിദ്ധമായ മറ്റൊരിടമാണ് കാമാശ്രമം എന്നുള്ളത്. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ സതീദേവി അഗ്നികുണ്ഡത്തിൽ ആഹൂതി ചെയ്യപ്പെട്ടപ്പോൾ മനം നൊന്ത ശിവശങ്കരൻ അഗാധമായ തപസ്സിലേക്ക്
പ്രവേശിച്ചു. സതി പാർവതി എന്ന പേരിൽ മേനാദേവിയുടെയും ഹിമവാന്റെയും മകളായി ജനിച്ചിരിക്കുകയുമാണ്. ആ കാലഘട്ടത്തിലാണ് താരകാസുരൻ്റെ പ്രഭാവം കൂടിക്കൂടി അവൻ പ്രപഞ്ചത്തിന് ഹാനികരമായി തീരുന്നത്. ശിവപുത്രനിലൂടെ മാത്രമേ അവന് മരണമുള്ളൂ. ഇതാണ് താരകനെ കൂടുതൽ അഹങ്കാരിയാക്കി മാറ്റിയിട്ടുള്ളത്. ഏതായാലും പ്രപഞ്ച നന്മയ്ക്ക് വേണ്ടി തൻ്റെ സുരക്ഷ പോലും മറന്നുകൊണ്ട് ദേവേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം കാമദേവൻ ശിവശങ്കരൻ തപസ്സു ചെയ്യുന്ന പാവന സ്ഥലത്ത് പ്രവേശിക്കുകയും കാമബാണം ഭഗവാന് നേർക്ക് പ്രയോഗിക്കുകയുമാണ്. അകാരണമായി തപസ്സിൽ നിന്ന് ഉണരുന്ന ഭഗവാൻ തൻ്റെ മുമ്പിൽ തന്നെ തപസ്സിൽ നിന്നുണർത്തിയ കാമദേവനെയാണ് കാണുന്നത്. കോപാകുലനായ ഭഗവാന്റെ തൃക്കണ്ണ് അപ്പോൾ തുറക്കപ്പെടുകയാണ്. ആ അഗ്നിയിൽപ്പെട്ട് കാമദേവൻ ഒരു പിടി ചാരമായി പോവുകയാണ്. ഇതാണ് കാമാശ്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം. പിന്നെ പിറ്റേനാൾ കാമാശ്രമത്തിൽ നിന്ന് അവർ വീണ്ടും യാത്ര തുടരുകയാണ്. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിലാണ്. സിദ്ധാശ്രമം എന്നാണ് അതിനുള്ള പേര്. മഹാബലിയെ ഭയന്ന് സ്വന്തം രക്ഷയ്ക്കായി ദേവേന്ദ്രൻ മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്ത ഇടമായിരുന്നു ഇത്. കശ്യപ പ്രജാപതിയും ഭാര്യ അദിതിയും സന്താന സൗഭാഗ്യത്തിനായി ഭഗവാൻ വിഷ്ണുവിനെ തപസ്സു ചെയ്തതും ഇവിടെ വെച്ചായിരുന്നു. മഹാബലി യാഗമനുഷ്ഠിച്ചതും ഇവിടെ തന്നെയാണ്. ഇവിടെ വെച്ചു തന്നെയാണ് വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് യാചിച്ചിട്ടുള്ളതും. അതിനുശേഷം വാമനൻ തപസ്സു ചെയ്തതും ഇവിടെ തന്നെയാണ്. ഈ സ്ഥലത്ത് വെച്ചു തന്നെയാണ് ശുക്രമഹർഷിയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടിട്ടുള്ളതും. അദ്ദേഹത്തിൻ്റെ തപോഭൂമിയും ഇത് തന്നെയായിരുന്നു. കാലാന്തരത്തിൽ ഈ ഇടം ഒരു മഹാവനമായി മാറുകയും പിന്നീട് ഇവിടെ വിശ്വാമിത്രർ പൊതുനന്മയ്ക്കായി പ്രപഞ്ച സംരക്ഷണത്തിനായി ആശ്രമം സ്ഥാപിച്ച് തപസ്സനുഷ്ഠിച്ച് വരികയുമാണ്. അങ്ങനെ താടകാ വധാനന്തരം സിദ്ധാശ്രമത്തിൽ വസിച്ചുകൊണ്ട് 2-3 ദിവസം പലവിധ പുരാണങ്ങളും ചരിത്രങ്ങളും മറ്റ് കാര്യങ്ങളും വിശ്വാമിത്രനിൽ നിന്ന് കേട്ട് രാമചന്ദ്രന്മാരും വളരെ സന്തോഷിക്കുകയാണ്. അങ്ങനെയിരിക്കെ വിശ്വാമിത്രർ കുമാരന്മാരോട് പറയുകയാണ്, ഇനി നാം ഇവിടെ വെറുതെ വൃഥ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ദൗത്യം കൂടി നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നും മിഥിലയിലേക്ക് യാത്രയാവാം. ജനക മഹാരാജാവിൻ്റെ രാജ്യമാണ് മിഥില. അവിടെ ഒരു മഹായാഗം നടക്കുന്നുണ്ട്. ആ യാഗത്തിൽ നമുക്ക് പങ്കെടുക്കണം. മാത്രമല്ല അവിടെ ശിവശങ്കരൻ്റെ ഒരു മഹാവില്ല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതും നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് രാമനെയും ലക്ഷ്മണനെയും മിഥിലയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ മിഥിലയിലേക്കുള്ള ആ യാത്രയിൽ അവർ വനത്തിനുള്ളിൽ തന്നെ
അതിമനോഹരമായ ആശ്രമ സമാനമായ ഒരിടത്ത് എത്തിച്ചേരുകയാണ്. വനത്തിനുള്ളിലെ ഈ ശാന്തമായ ഇടം രാമനെ വല്ലാതെ ആകർഷിച്ചു. രാമൻ മഹർഷിയോട് ചോദിക്കുന്നു, മഹാമുനെ, ഇതിൻ്റെ രഹസ്യം എന്താണ്? ഇങ്ങനെ ഒരു ഇടം വനത്തിനുള്ളിൽ കാണപ്പെടാനുള്ള കാരണം എന്താണ്? അപ്പോൾ വിശ്വാമിത്രർ രാമലക്ഷ്മണന്മാരോട് പറയുകയാണ്, അല്ലയോ കുമാരന്മാരെ, ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമായിരുന്നു. അതിശ്രേഷ്ഠനായ മാമുനിയായിരുന്നു ഗൗതമർ. യമധർമ്മൻ്റെ പ്രശംസ ലഭിച്ചവനും കൂടിയാണ്. മാത്രമല്ല സാക്ഷാൽ സാവിത്രി ദേവിയുടെ ഉപാസകനുമാണ്. സപ്തർഷികളിൽ ഒരാൾ കൂടിയാണ് ഗൗതമ ഋഷി. ഗൗ എന്ന് പറഞ്ഞാൽ പ്രകാശം, തമം എന്ന് പറഞ്ഞാൽ ഇരുട്ട്. പ്രകാശം കൊണ്ട് ഇരുട്ടിനെ മാറ്റിയവൻ ആരാണോ അതാണ് ഗൗതമൻ. ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട അഹല്യാദേവിയാണ് ഗൗതമ മഹർഷിയുടെ ധർമ്മപത്നി. വിശ്വൈക സുന്ദരിയും മോഹിനിയുമായിട്ടുള്ള അഹല്യയെ കണ്ട് ദേവേന്ദ്രന് അതിയായ മോഹമുണ്ടായി. എങ്ങനെയെങ്കിലും അഹല്യയെ പ്രാപിക്കണമെന്നുള്ള മോഹം ദേവേന്ദ്രനിൽ അടിക്കടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ദേവേന്ദ്രൻ ഒരു സൂത്രം പ്രയോഗിക്കുന്നു. ഒരു ദിവസം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ കോഴിയുടെ ശബ്ദത്തിൽ ദേവേന്ദ്രൻ കൂവുകയാണ്. കോഴി കൂവുന്നത് കേട്ട് നേരം വെളുത്തിരിക്കുന്നു, നേരം വെളുക്കാറായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഗൗതമർ സന്ധ്യാവന്ദനാദികൾക്കായി ഗംഗയിലേക്ക് പോവുകയാണ്. നദീതീരത്തെത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് സൂര്യോദയം എത്താറായിട്ടില്ല എന്ന്. ഉടനെ തിരിച്ച് ആശ്രമത്തിലേക്ക് പോയപ്പോഴാണ് തന്നെ പോലെ വേഷഭൂഷണധാരിയായിട്ടുള്ള മറ്റൊരാൾ ആശ്രമത്തിൽ. ദിവ്യദൃഷ്ടി കൊണ്ട് കാര്യം മനസ്സിലാക്കിയ മാമുനി ആ നിമിഷം തന്നെ ദേവേന്ദ്രനെ ശപിച്ചു കളയുകയാണ്. ദേവേന്ദ്രൻ പ്രപഞ്ചത്തിന് മാതൃകയാവേണ്ട വ്യക്തിത്വമാണ്. ആ ദേവേന്ദ്രൻ അധപ്പതിച്ചു പോയാൽ പിന്നെ സമൂഹത്തിൻ്റെ കാര്യം പറയാനില്ല. കടുത്ത ശിക്ഷയാണ് മാമുനി കൊടുക്കുന്നത്. ആ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ, അലയോ ദേവേന്ദ്ര, നീ സഹസ്രഭകനായി പോകട്ടെ. ചെയ്ത തെറ്റിൻ്റെ കാഠിന്യം എത്രയാണോ ആ കാഠിന്യത്തിനനുസരിച്ച ശാപമാണ് കൊടുത്തിട്ടുള്ളത്. വിരൂപിയായി തീർന്ന ദേവേന്ദ്രൻ പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധം ഗൂഢമായി വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ വേപതുഗാത്രിയായി നിൽക്കുന്ന തൻ്റെ അഹല്യയെയാണ് കാണുന്നത്. അറിയാതെയാണെങ്കിലും ഇത്തരമൊരു നീചപ്രവർത്തനത്തിൽ പങ്കാളിയായി പോവുക നിമിത്തം ഗൗതമൻ തൻ്റെ ഭാര്യയെയും ശപിച്ചു കളയുകയാണ്. മാലോകർക്ക് മാതൃകയാവേണ്ട മുനി ദമ്പതിമാർ അപജയത്തിൽ പങ്കെടുക്കുക നിമിത്തം മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് അഹല്യേ, നിന്റെ പാപം തീരുവോളം നീ ഒരു പാറയായി, ഒരു കല്ലായിട്ട് മാറിപ്പോവട്ടെ. വെള്ളവും ഭക്ഷണവുമില്ലാതെ ഒരുപാട് നാൾ അങ്ങനെ തന്നെ പാപശമനത്തിനായി നീ കഴിയുക. അങ്ങ് ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ ഒരു നാൾ ഈ വഴി വരുമ്പോൾ ആ പാപനാശകൻ്റെ ധർമ്മപാദങ്ങൾ നിന്നിൽ സ്പർശിക്കാൻ ഇടയാവുകയും അന്ന് നിനക്ക് മോചനം ലഭ്യമാവുകയും ചെയ്യും. ശ്രീരാമചന്ദ്ര, ഇതാണ് ഈ
സ്ഥലത്തിൻ്റെയും ഈ സംഭവത്തിൻ്റെയും നിഗൂഢത. നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട്, നിന്നെ കാത്തുകൊണ്ട് വളരെ കാലമായി അഹല്യാദേവി ഇവിടെ കഠിന തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. രാമ, ഇന്ന് അവളുടെ പാപനാശം സംഭവിക്കേണ്ടതാണ്. അങ്ങയുടെ പവിത്രമായ പാദങ്ങളെ കൊണ്ട് അവളുടെ ശരീരത്തെ ഒന്ന് സ്പർശിക്കുക. തൻ്റെ ഗുരുനാഥൻ്റെ വാണികൾ കേട്ട് ഗുരുനാഥൻ്റെ കയ്യും പിടിച്ച് ശ്രീരാമചന്ദ്രൻ പതിയെ പതിയെ മന്ദമന്ദം ആ ശിലയുടെ അടുത്തേക്ക് എത്തുകയും ആ ശിലയെ വന്ദിച്ച ശേഷം, അല്ലയോ അഹല്യാദേവി, അങ്ങുണരുക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തൃപ്പാദങ്ങൾ മെല്ലവേ ആ പാറയെ ഒന്ന് സ്പർശിക്കുകയാണ്. അപ്പോൾ ആ കല്ല് ഒരു സുന്ദരിയായി രൂപപ്പെടുകയാണ്. അഹല്യാദേവി പാപമുക്തയായിരിക്കുകയാണ്, ഉയർന്നെഴുന്നേറ്റിരിക്കുകയാണ്. അഹല്യക്ക് കാര്യമെല്ലാം മനസ്സിലായി. തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് പാപനാശകനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീരാമചന്ദ്രനാണ്. ആ ദേവൻ്റെ പാദങ്ങളെ താണു വണങ്ങിയ ശേഷം തൻ്റെ പതിയായ ഗൗതമൻ്റെ നിർദ്ദേശപ്രകാരം ഭർത്താവിനെ തേടി അഹല്യാദേവി പോവുകയാണ്. പ്രസിദ്ധനായ നിമി ചക്രവർത്തിയിലൂടെയാണ് വിദേഹവംശം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഒരിക്കൽ നിമി മഹാരാജാവ് ഒരു യാഗം നടത്താൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി വസിഷ്ഠരെ ക്ഷണിക്കുകയുമാണ്. ഏതാണ്ട് അതേ കാലത്തിൽ തന്നെ ദേവേന്ദ്രന് വേണ്ടി മറ്റൊരു യാഗം പൂർത്തീകരിക്കുവാൻ വസിഷ്ഠ മഹർഷി ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ദേവേന്ദ്രൻ്റെ യാഗം പൂർത്തീകരിച്ച ശേഷം ഒട്ടും വൈകാതെ നിമിയുടെ യാഗം പൂർത്തീകരിച്ചു കൊടുക്കാമെന്ന് വസിഷ്ഠർ പറയുകയും ചെയ്തു. എന്തോ ചില കാരണങ്ങളെ കൊണ്ട് നിമി അതത്ര കാര്യമായി എടുത്തില്ല. ദേവേന്ദ്രന് വേണ്ടിയുള്ള യാഗം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് വസിഷ്ഠ മഹർഷി നിമിയുടെ രാജ്യത്തിൽ വരികയാണ്. അപ്പോഴാണ് വസിഷ്ഠർ അറിയുന്നത് മറ്റൊരു ഋഷിയാൽ നിമി യാഗം പൂർത്തീകരിച്ചിരിക്കുന്നു. അതെന്തുമാവട്ടെ, രാജധാനിയിലെത്തിയ തന്നെ ഒന്ന് സ്വീകരിക്കാൻ പോലും നിമി കൂട്ടാക്കിയിട്ടില്ല. അത് വസിഷ്ഠരിൽ വളരെയേറെ സംശയത്തെ ജനിപ്പിച്ചു. അഹങ്കാരം മൂലമാണോ നിമി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ആ ചിന്ത വളർന്നു വന്നപ്പോൾ മഹർഷി നിമിയെ ശപിക്കുകയാണ്. അല്ലയോ നിമി ചക്രവർത്തി, അങ്ങ് വിദേഹനായി മാറാൻ ഇടയാവട്ടെ. വസിഷ്ഠരുടെ ശാപവചനം ശ്രവിച്ചുകൊണ്ടാണ് നിമി അങ്ങോട്ടേക്ക് വരുന്നത്. അകാരണമായി തന്നെ ശപിച്ചതിലുള്ള നീരസം കൊണ്ട് നിമി തിരിച്ചും വസിഷ്ഠരെ ശപിക്കുന്നു. അപാരമായ തപോബലമുള്ള ക്ഷത്രിയ രാജാവ് തന്നെയാണ് നിമിയും. രണ്ടുപേരും പരസ്പരം ശപിക്കുകയും ആ ശാപത്തിൻ്റെ ഫലമായി രണ്ടുപേരും വിദേഹന്മാരായി പോവുകയുമാണ്. പ്രപഞ്ചത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഉടനെ ദേവന്മാരും മറ്റ് ഋഷിമാരും ചേർന്ന് വസിഷ്ഠരെ പുനർജീവിപ്പിക്കുകയും നിമിയെ പുനർജീവിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ സമ്മതം ചോദിക്കുകയുമാണ്.
ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മഹാമുനിയെ താൻ ശപിച്ചു പോയിട്ടുള്ളത് ശരീരമാണ് ഞാൻ എന്നുള്ള അഹംഭാവം മൂലമാണ്. അതുകൊണ്ട് മാമുനിമാരെ, ദേവന്മാരെ, ശരീരാഭിമാനത്തെ സൃഷ്ടിക്കുന്ന ഈ ശരീരം ഇനി മേലിൽ എനിക്ക് വേണ്ട, ഞാനത് എന്നേക്കുമായി ത്യജിച്ചിരിക്കുകയാണ് എന്ന മറുപടിയാണ് നിമിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നിമി ചക്രവർത്തിയുടെ ഭൗതിക ദേഹത്തെ സംസ്കരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിനൊരു പുത്രൻ ഇല്ല. ദേവാദികളും മാമുനിമാരും ചേർന്ന് നിമിയുടെ ശരീരത്തെ മഥിക്കുകയാണ്. ആ മഥന പ്രക്രിയയിൽ നിന്ന് ഒരു പുത്രൻ സ്വയമേവ ജനിച്ചു. ദേഹം ഉപേക്ഷിച്ചവൻ്റെ പുത്രനായതുകൊണ്ട് അവൻ വിദേഹൻ എന്ന പേരിൽ അറിയപ്പെട്ടു. മഥനത്തിൽ നിന്നുണ്ടായവൻ എന്ന നിലയിൽ മിഥി എന്ന പേരിലും അറിയപ്പെട്ടു. സ്വയമേവ ജനിക്കുക കാരണം അവൻ ജനകനുമായി അറിയപ്പെട്ടു. അങ്ങനെയുള്ള ആ വിദേഹൻ്റെ രാജധാനിയായ വിദേഹത്തിലേക്കാണ് മഥനത്തിലൂടെ ജനിച്ച രാജകുമാരൻ്റെ മിഥിലയിലേക്കാണ് സ്വയമേവ ജനിച്ച രാജകുമാരൻ്റെ ജനകപുരിയിലേക്കാണ് വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും കൊണ്ടുവരുന്നത്. സ്വയമേവ ജനിച്ചിട്ടുള്ള ആ രാജകുമാരനാൽ സ്ഥാപിക്കപ്പെട്ട ജനകവംശത്തിൽ പിന്നീട് രാജ്യം ഭരിക്കുന്നവരെല്ലാവരും തന്നെ ജനകൻ എന്ന പദവിയാണ് ഉപയോഗിച്ചു വരുന്നത്. അക്കാലത്ത് ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സീരിധ്വജൻ എന്നു പേരായ ജനകനാണ്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് സീതാദേവിയും ഊർമിളയും. സീരിധ്വജ മഹാരാജാവിൻ്റെ സഹോദരനാണ് കുശധ്വജൻ. അദ്ദേഹത്തിന് 2 പുത്രിമാരാണ് ഉള്ളത്, മാണ്ഡവിയും ശ്രുതകീർത്തിയും. ജനക രാജധാനിയിൽ പരമ്പരയായി സൂക്ഷിച്ചു വരുന്ന ഒരു വില്ലുണ്ട്. ത്രയംബകം എന്നാണ് ആ മഹാവില്ലിൻ്റെ പേര്. ആ രാജ്യത്തിലെ പൂർവികനായ രാജാവ് ദേവരാധന് അദ്ദേഹത്തിൻ്റെ അതിയായ ഭക്തി മൂലം ശിവശങ്കരൻ സമ്മാനിച്ചിട്ടുള്ളതാണ് ത്രയംബകം വില്ല്. ത്രിപുരന്മാരെ വധിക്കുന്നതിന് വേണ്ടി ദേവന്മാർ ശിവശങ്കരന് നിർമ്മിച്ച് സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ ത്രയംബകം എന്നുകൂടി മനസ്സിലാക്കണം. ത്രയംബകം വില്ല് കുലക്കുന്നവർക്കാണ് സീതാദേവിയെ സ്വയംവരം ചെയ്തു കൊടുക്കുക എന്നൊരു വിളംബരം കൂടി ജനക മഹാരാജാവ് പുറപ്പെടുവിച്ചിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ വിശ്വാമിത്രനോടൊപ്പം ബാലകന്മാരായിട്ടുള്ള രാമനും ലക്ഷ്മണനും എത്തിച്ചേർന്നിട്ടുള്ളത്. സ്വീകരണാദികൾക്ക് ശേഷം വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം നിരവധി സൈനികന്മാർ ചേർന്ന് ആ മഹാവില്ല് കുമാരന്മാരുടെ മുമ്പിൽ കൊണ്ടുവെക്കുകയാണ്. വിശ്വാമിത്ര മുനിയുടെ സമ്മതപ്രകാരം ശ്രീരാമചന്ദ്രൻ ആ വില്ലെടുത്ത് കുലക്കുകയാണ്. അതോടുകൂടി സീത ശ്രീരാമചന്ദ്രൻ്റെ പത്നിയായി മാറുകയും ചെയ്യുന്നു. ഒട്ടും താമസിയാതെ വിവരം ദശരഥ മഹാരാജാവിനെ അറിയിക്കുകയും ഔദ്യോഗിക കർമ്മത്തിനായി മിഥിലയിലേക്ക് ക്ഷണിക്കുകയുമാണ്.
ഗുരുവായ വസിഷ്ഠരും പത്നി അരുന്ധതി ദേവിയും മഹാറാണിമാരായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരുമായി മന്ത്രിമാരും വമ്പിച്ച സൈനിക തലവന്മാരും ദശരഥ, ഭരത, ശത്രുഘ്നന്മാരും മിഥിലയിലേക്ക് പുറപ്പെടുകയാണ്. വമ്പിച്ച സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം യഥാവിധി വിവാഹ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ദശരഥ മഹാരാജാവിൻ്റെ കുലഗുരുവായ വസിഷ്ഠരും ജനകൻ്റെ കുലഗുരുവായ ശതാനന്ദനും ചേർന്ന് മുഹൂർത്തം നിശ്ചയിക്കുകയാണ്. അഹല്യ, ഗൗതമ ദമ്പതിമാരുടെ മകനാണ് ശതാനന്ദൻ. സ്വീരിധ്വജൻ എന്ന ജനക മഹാരാജാവിൻ്റെ പുത്രിമാരായ സീതയും ഊർമിളയും രാമലക്ഷ്മണന്മാരുടെയും കുശധ്വജൻ്റെ പുത്രിമാരായ മാണ്ഡവിയും ശ്രുതകീർത്തിയും ഭരതശത്രുഘ്നന്മാരുടെയും ഭാര്യമാരായി തീരുന്നു. വമ്പിച്ച ആഘോഷങ്ങളും ആചാരങ്ങളും ഇഴുകിച്ചേർന്ന് ജനകപുരി ഇന്ദ്രപുരിയെപ്പോലെ പരിശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വീകരണവും മറ്റ് ആഘോഷങ്ങളുമൊക്കെ കഴിഞ്ഞ് ജനകനാൽ സമ്മാനിപ്പിക്കപ്പെട്ട വിശിഷ്ട വസ്തുക്കളും സ്വീകരിച്ചുകൊണ്ട് ദശരഥാദികൾ അയോധ്യയിലേക്ക് തിരിച്ച് പുറപ്പെടുകയാണ്. വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിത ധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോട് 3 യോജന വഴി കടന്ന നേരം കണ്ട് ദുർനിമിത്തങ്ങളെല്ലാം അത്യധികം ആനന്ദത്തോടും ആഹ്ലാദത്തോടും ആ വൈവാഹിക ശോഭായാത്ര അയോധ്യയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കവേ മാർഗമധ്യത്തിൽ പരശുരാമൻ വന്ന് തടയുകയാണ്. ജമദഗ്നി മഹർഷിയുടെയും രേണുകാദേവിയുടെയും മകനാണ് പരശുരാമൻ. ബ്രാഹ്മണനായിരുന്നുവെങ്കിലും ധനുർവിദ്യയിലായിരുന്നു താൽപ്പര്യം. അതിനായി വളരെ കാലം പരമേശ്വരനെ തപസ്സു ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരവസരത്തിങ്കലാണ് അസുരന്മാർ കൂട്ടം കൂട്ടമായി വന്ന് ദേവന്മാരെ ആക്രമിക്കുവാൻ ഇടയായിട്ടുള്ളത്. ശിവശങ്കരൻ്റെ ആജ്ഞപ്രകാരം യാതൊരുവിധ ആയുധവുമില്ലാതെ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്ന രാമൻ അസുരപ്പടയെ തോൽപ്പിക്കുകയാണ്. ഇതിൽ സന്തുഷ്ടനായ ശിവഭഗവാൻ അന്ന് രാമൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ താപസകുമാരന് സകല അസ്ത്രവിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കുകയും പലവിധ ആയുധങ്ങൾ നൽകുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു പരശു. പരശു കിട്ടിയതു മുതൽക്കാണ് രാമൻ പരശുരാമനായി തീർന്നിട്ടുള്ളത്. ക്ഷത്രിയ രാജാക്കന്മാരെല്ലാം ദുഷിച്ച് ഭൂമിക്ക് ഭാരമായി തീർന്നപ്പോൾ അവരെ ഒടുക്കുവാനാണ് പരശുരാമാവതാരം ഉണ്ടായിട്ടുള്ളത്. ഒരിക്കൽ പരശുരാമൻ ഇല്ലാത്ത അവസരത്തിങ്കൽ കാർത്തവീരാർജുനൻ എന്ന രാജാവ് പരശുരാമൻ്റെ അച്ഛനെ വധിച്ചു കളഞ്ഞു. ഇതിൽ കുപിതനായി തീർന്നിട്ടുള്ള പരശുരാമൻ നാട് നീളെ സഞ്ചരിച്ച് ക്ഷത്രിയ രാജാക്കന്മാരെ ഉന്മൂലനം ചെയ്യുകയാണ്. 21 പ്രാവശ്യം ഇത് തുടരുകയും ചെയ്തു. അങ്ങനെയുള്ള പരശുരാമനാണ് തങ്ങളുടെ മുമ്പിൽ മാർഗതടസ്സമായി വന്നു നിൽക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ദശരഥനും മറ്റുള്ളവർക്കും അതിയായ ഭയമുണ്ടാവുകയാണ്. ദശരഥൻ ഭയന്ന് വിറച്ചുകൊണ്ട് പരശുരാമനെ സ്വാന്തനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരശുരാമനാണെങ്കിലോ ഒട്ടും വഴങ്ങുന്നുപോലുമില്ല. കൂടുതൽ രോഷാകുലനാവുകയാണ്. പരശുരാമൻ്റെ ഗർജനത്തിൽ ഭൂമി കുലുങ്ങുകയാണ്, പർവ്വതങ്ങൾ വിറക്കുകയാണ്, കടൽ തിരമാലകൾ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്.
എന്താണ് നടക്കാൻ പോകുന്നതെന്നറിയാതെ ദേവന്മാരും മുനിമാരും ഉത്കണ്ഠാഭരിതരായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരാമനെ നോക്കി രോഷത്തോടെ പരശുരാമൻ പറയുകയാണ്, നീയാണല്ലോ ശൈവചാപം ഭേദിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിലുമുണ്ട് ഒരു ചാപം, അത് വൈഷ്ണവമാണ്. ധൈര്യവും സാമർഥ്യവും ഉണ്ടെങ്കിൽ നീ ഇത് കുലയ്ക്കുക, കാണട്ടെ. അല്ലെങ്കിൽ നീ എൻ്റെ ശത്രുവായി തുടരുക തന്നെ ചെയ്യും. ഭയഭക്തി ബഹുമാനത്തോടെ ശ്രീരാമചന്ദ്രൻ ആ വില്ല് വാങ്ങുകയും വിദഗ്ധമായി കുലയ്ക്കുകയും ചെയ്യുകയാണ്. അതിന് ലക്ഷ്യമെന്താണ് ഭാർഗവരാമ കാട്ടിത്തരിക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ പരശുരാമൻ തിരിച്ചറിയുകയാണ്, താൻ ഇതുവരെ തേടി നടന്ന സാക്ഷാൽ രാമനെ കണ്ടെത്തിയിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ മുൻനിശ്ചയത്തോടെ അതുവരെ താൻ സമ്പാദിച്ച തേജസ്സെല്ലാം രാമങ്കലേക്ക് പകർന്നു കൊടുക്കുകയാണ് പരശുരാമൻ. അതിനുശേഷം പരശുരാമൻ ഭഗവാൻ രാമൻ്റെ നിർദ്ദേശത്തെ പ്രകാരം രാമാനുവാദത്തോടുകൂടി തപസ്സിനായി ഹിമവൽ പർവ്വതത്തിലേക്ക് യാത്ര തിരിക്കുകയുമാണ്. ദശരഥാദികൾ അയോധ്യയിൽ പ്രവേശിക്കുകയും വളരെ സന്തോഷത്തോടെ പുത്രന്മാരോടും അവരുടെ ഭാര്യമാരോടും ചേർന്ന് പൗരജനങ്ങളുമായി ചേർന്ന് ദേവേന്ദ്രൻ എങ്ങനെയാണോ സ്വർഗപുരിയിൽ വാണുകൊണ്ടിരിക്കുന്നത് അതുപോലെ അയോധ്യയിൽ വാണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബാലകാണ്ഡം സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം നേർന്നുകൊണ്ട് ഇന്നത്തെ രാമായണ സത്സംഗം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.